ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സീനറി, വേറൊരു സീൻ ഫ്രം ദ നേച്ചർ. അപ്പോൾ നമ്മൾ ആദ്യം പേപ്പറിൽ ബോർഡർ വരയ്ക്കണം. ഡ്രോ എ ബോർഡർ ഈക്വലി. അങ്ങനെ സീനറി വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബോർഡർ കരുതിയിരിക്കണം. മാത്രമല്ല, സീനറി വരയ്ക്കുമ്പോൾ എപ്പോഴും റെക്റ്റാങ്കിളാണ് നല്ലത്. പേപ്പർ ഇങ്ങനെ വെച്ച് വരയ്ക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ വെച്ച് വരയ്ക്കണം. ഹൊറിസോണ്ടലായിട്ട് കിടന്ന് വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സീനറി എന്ന് എഴുതണം. SCENERY, സീനറി. ഓക്കെ, സീനറി എന്ന് പറഞ്ഞാൽ സീൻ ഫ്രം ദ നേച്ചർ. ഇപ്പോൾ ടോപ്പിക് എഴുതണം. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് നിങ്ങൾ എഴുതണം. വെൻ യു ആർ ഡൂയിങ് ദിസ്, യു റൈറ്റ് ദ ഡേറ്റ് പ്രോപ്പർലി, ദെൻ ഓൺലി യു ക്യാൻ സീ യുവർ ഇംപ്രൂവ്മെൻറ്റ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈറ്റായിട്ട് സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു സീനറി, 2 ചെറിയ ഹട്ട്, കുടിലുകൾ, അതിൻ്റെ മുമ്പിലൊരു ഡൊമസ്റ്റിക് അനിമൽ, ഒരു പശു നിൽക്കുന്നതായിട്ട്. അപ്പോൾ നമുക്ക് ഈ പശു കുറച്ച് വലുതായിട്ട് വരയ്ക്കണം. അപ്പോൾ അത് 3D പോലെ തോന്നും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് സീനറി ആ വീടിൻ്റെ മുകളിൽ, ഹട്ടിൻ്റെ മുകളിൽ നമുക്ക് ഡീറ്റെയിൽ കൊടുക്കാം. ഇത് കുറച്ച് വളഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. ലൈൻസൊക്കെ കുറച്ച് ഇങ്ങോട്ട് കയറി ഇറങ്ങി നിൽക്കണം. പുവർ ഫാമിലീസാണ്. ഇപ്പോൾ അവർ ഇങ്ങനെ ഓല കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള വീടുകളായിരിക്കും. അതിൻ്റെ ഷേപ്പ് കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ചുമരിൻ്റെ ഇവിടെ കുറച്ച് ഇങ്ങനെ പോയിൻ്റ് ആവണം, ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ വരണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും അതിൻ്റെ തിയറി പഠിപ്പിക്കാം. പക്ഷേ വീടുകൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ മുഖം ഇവിടെ, പിന്നെ ഡോർ വരച്ചു. ഈ ഡോറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡോറ് കുറച്ചിങ്ങനെ തുറന്നു കിടക്കുന്ന പോലെ ആവും ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇനി അടുത്ത വീട് ഇതിൻ്റെ തൊട്ട്, അതായത് ചെറിയ വില്ലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീടുകൾ അടുത്തടുത്തുണ്ടാവും. അതിൽ 2 വീടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി ഔട്ട്ലൈൻ കൃത്യമായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ഇങ്ങനെ റഫാക്കിയിടുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലത്തെ ഡീറ്റെയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം ഇവിടെയാണ്. ഇതിലും വേണമെങ്കിൽ ഒരു വാതിൽ നമുക്ക് ഇങ്ങനെ തുറന്നു കിടക്കുന്ന പോലെ കാണിക്കാം, ഓപ്പോസിറ്റായിട്ട്. ഓക്കെ, ഇവിടെ നമ്മളിത് ഇങ്ങനെ ക്ലോസ് ചെയ്ത സൈഡാണ്. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് അവരിങ്ങനെ ക്ലോസ് ചെയ്ത പോലെ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ്. ഇനി ഇതിൻ്റെ ഈ ടെക്സ്ചർ ഇങ്ങനെ വരച്ചിടുക. ഓലയുടെ ഇതിലിങ്ങോട്ടും വരച്ചിടുക. വീടിൻ്റെ സ്കെച്ച് കഴിഞ്ഞ് ഇനി ഈ സാധാരണ കാണുന്ന പോലെ ഈ വീടിന് ഇവിടെ ഒരു ഫെൻസ്, ഒരു വേലി കെട്ടിയിട്ടുണ്ട് അവർ. അങ്ങോട്ടൊന്നും വീടിൻ്റെ ബൗണ്ടറിയിൽ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് എപ്പോഴും സ്റ്റഡി ആയിട്ട് വരണം. ഈ ബോർഡറിനനുസരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരണം, വെർട്ടിക്കലായിട്ട്. പിന്നെ ഇതിലിങ്ങനെ ക്രോസ് വെച്ചിട്ട് സ്കെയിലൊന്നും വെച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് പഴയ വീടുകളിലൊക്കെ ചെറിയ ചെറിയ കമ്പുകൾ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ ഇതിന് ബൗണ്ടറി ആയി. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ വേലി വേണ്ട, ഇവിടെ നമ്മൾ കുറച്ച് ബുഷസ് വരച്ച് കൊടുക്കുക. വീടിൻ്റെ തൊട്ടടുത്ത് ബാക്കിൽ നമ്മളെപ്പോഴും എൻവയോൺമെൻറ്റ് ഇതായിരിക്കണം. പിന്നെ വീടിന് പരിസരമൊക്കെ നല്ല ക്ലിയർ ആവണം. കുറേ വൃക്ഷങ്ങളും മരങ്ങളൊക്കെ വേണം. അതാണ് എൻവയോൺമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഏതെങ്കിലും ഷേപ്പിലുള്ള ഒരു മരം നമ്മൾ വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഈ ഷേപ്പിലുള്ള ഒരു റഫ് സ്കെച്ച് നമ്മളിട്ടു. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിന് ഡീറ്റെയിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തൊട്ട് പിറകെ ഒരു മരം നിൽക്കുന്നുണ്ട്. അതിന് നമ്മളിങ്ങനെ ഡീറ്റെയിൽ വരച്ചിടുക. ഞാൻ എങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രീ ഹാൻഡ് സ്കെച്ച് നിങ്ങൾ ചെയ്താൽ മതി. കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല. അതിൻ്റെ ഷേപ്പുകളൊന്നും ഷെയ്ഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെയുണ്ട് ഒരു മരം. അതിന് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ വരച്ചിട്ടു. അതിൻ്റെ ബ്രാഞ്ചസ് എങ്ങനെയൊക്കെ പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വിട്ടിട്ടുള്ള സ്ഥലം ഇവിടെ ഇങ്ങനെ ലോങ്ങിലേക്ക് ഇങ്ങനെ പോകുന്നു. അകലെ മൗണ്ടൻ വേണമെങ്കിൽ അത് കാണിക്കാം നിങ്ങൾക്ക്. ഇനി നമ്മളിവിടെ ഒരു
ഒരു പശുവിനെ സ്കെച്ച് ചെയ്യാണ്. വീടിൻ്റെ ഡൊമസ്റ്റിക് ആനിമൽ അല്ലേ, അപ്പോൾ നമ്മൾ അത് കാണിക്കുക. അതിന് മുമ്പ് ഇവിടെ വിൻഡോ നമ്മൾ വരച്ചിട്ടില്ല. വിൻഡോ അങ്ങനത്തെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഗതികൾ മാത്രം കാണിച്ചാൽ മതി. ഡോറും ഒന്നും കാര്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഡോറൊന്നും ഉണ്ടാവില്ല. പുവർ ഫാമിലീസ്. ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുക. ഇത് അതിൻ്റെ ഈ ഓലയുടെ ഇത് മേഞ്ഞിട്ടുള്ള റൂഫിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഈ കാണുന്നത്. ഉണ്ടോ? ആ സൈഡാണ് ഈ കാണിക്കുന്നത്. ഓക്കെ. ഇനി ഒരു വേരിയസ് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് റഫാക്കി കൊടുക്കണം. ഇനി നമ്മൾ പശുവിനെ സ്കെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ മുഖം വരയ്ക്കുക. മുഖം വരയ്ക്കുമ്പോൾ ഷേപ്പ് നമ്മൾ വളരെ സ്ലോവിൽ നമ്മൾ ചെയ്യണം. പിന്നെ ഇവിടെ ചെവിയുടെ ഒരു പോർഷൻ. എന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ പല വില്ലേജിലൊക്കെ പോകുക, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊക്കെ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക, അവരുടെ പോസ് എങ്ങനെയുണ്ട് നോക്കുക. നല്ല ഭംഗിയുള്ള കണ്ണുകളായിരിക്കും പശുവിൻ്റെ, ഭംഗിയുള്ള കണ്ണുകളായിരിക്കും. മൂക്കിൻ്റെ അവിടെ താടി. അപ്പോൾ ഈ ഷേപ്പ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. തീരെ അറിയാത്ത കുട്ടികൾക്ക് ഈ ഇതിങ്ങനെ നോക്കി വേറെ പടക്കം നോക്കി ട്രേസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ നോക്കി വരയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. ആദ്യം വരയ്ക്കുമ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ സംഭവിക്കും. പശുവിൻ്റെ കാല് കുളമ്പ് എന്ന് പറയുന്ന ഈ ഇതിങ്ങനെ അതിൻ്റെ ഷേപ്പ് നോക്കണം. പിന്നെ അതിൻ്റെ പാല് കുടിക്കുന്ന സ്ഥലം. ഇങ്ങനെ ഒരു കാലിങ്ങനെ വളച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്നൊരു പോസ് പോലെയാണ്. ഇവിടെ ഒരു ഇങ്ങനെ പൊന്തി നിൽക്കും. പിന്നെ ഇങ്ങനെയാണ് എൻ്റെ കുളമ്പിൻ്റെ. ഓക്കെ. ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ഇങ്ങനെ തൊലി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് പശുവിൻ്റെ. ഇപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏകദേശം ഓക്കെ. ഇനി ഇതിനെ നമ്മളൊരു കയറിൽ ഒരു ചെടിയുടെയോ ഒരു മരത്തിൻ്റെ ഒരു ഒടിഞ്ഞ ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ ഒരു കുറ്റി പോലെ ഇങ്ങനെ നിർത്തിയിട്ട് അതിൽ നമ്മൾ അതിനെ ഇട്ടിരിക്കുകയാണ്. ഒരു നാച്ചുറൽ സീൻ പോലെയായി. ഉണ്ടോ? കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് കഴുത്തിൽ കാണിച്ചു. അപ്പോൾ അതിൻ്റെ സ്കെച്ച് നമുക്ക് കഴിഞ്ഞു. ഓക്കെ. ഇനി ഇവിടെ നമുക്കൊരു വേലിക്കെട്ട് പോലെ കാണിക്കാം. ഇത് പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ കുറേ മുമ്പ് കെട്ടിയിരുന്ന വേലിയുടെ ഒരു പാർട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും, ഒടിഞ്ഞു തൂങ്ങി. അതിന് സ്കെയിലൊന്നും വെച്ച് വരയ്ക്കണ്ട, ഇങ്ങനെ കുറ്റി വരയ്ക്കണം. ഒരെണ്ണം കുറ്റി ഇങ്ങനെ വീഴാൻ പോയ പോലെയൊക്കെ ചെയ്യാം. ഓക്കെ. ഈ പോർഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്കെച്ച് ഇന്നത്തെ. ഇതിനടുത്ത് വേണമെങ്കിൽ കുറച്ച് ബുഷസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ സീനറി എങ്ങനെയുണ്ട്? ഓക്കെ. ഹൗ ഈസ് ദ സീനറി? സീൻ ഫ്രം ദ നേച്ചർ, ദാറ്റ് ഈസ് സീനറി. ഓക്കെ. വില്ലേജ് സീനാണ് വരയ്ക്കുന്നത്. 2 ചെറിയ ഹട്ട്, എ കൗ ഹിയർ. കൗ നമ്മുടെ ഡൊമസ്റ്റിക് ആനിമലാണ്, അതുകൊണ്ട് കൗവിനെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പിന്നെ ഇതിനടുത്ത് നമുക്ക് വേണമെങ്കിൽ വല്ല പാത്രങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കാം. ഡ്രോ സം പോട്ട് ഹിയർ, മഡ് പോട്ടിന് ഇവിടെ വരയ്ക്കാം. പഴയ വീടിനൊക്കെ ഇങ്ങനെ അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഓരോന്ന്. കുറച്ചും കൂടെ കല്ലുകളും ഇതൊക്കെ ആയിട്ട് നമുക്ക് റഫാക്കാം. കഴിയാവുന്ന കുട്ടികൾ ഇവിടെ വല്ലവരും ആൾക്കാർ ഇരിക്കുന്ന പോലെയൊക്കെ വരയ്ക്കാം, കുട്ടികൾ കളിക്കുന്ന പോലെ വരയ്ക്കാം. അത് നിങ്ങളുടെ സ്വന്തം ഭാവന. ഓക്കെ. യുവർ ഓൺ മെമ്മറി, ഇമാജിൻ സീൻ യു ക്യാൻ ക്രിയേറ്റ്. ഓക്കെ. നമുക്കിനി വീട് ഷെയ്ഡ് ചെയ്യാം. എങ്ങനെയാണ് വീട് ഷെയ്ഡ് ചെയ്യുക? എപ്പോഴും ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരണം. അപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ വശം കുറച്ച് ലൈറ്റായിട്ടിരിക്കും. ഇവിടെ നമുക്ക് കുറച്ച് ഷെയ്ഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ റൂഫിന് താഴെ നമ്മൾ ഇത്തിരി ഡാർക്ക് കൊടുക്കണം. കാരണം ഷെയ്ഡ് ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് തട്ടിയിട്ട് ഇവിടെ ഷാഡോ വരും. കുറച്ചിങ്ങനെ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഇവിടെ ലൈറ്റ് ആക്കി കൊടുക്കുക. ഇവിടെയും കുറച്ച് ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുക, മുകളിലത്തെ ഷെയ്ഡ്. അതിൽ നമ്മൾ ഓൾറെഡി വരച്ചു. ഒരു വീട് കഴിഞ്ഞു. ഇത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ചുകൂടെ ഡാർക്കാക്കി കൊടുക്കുന്നു. വളരെ ഈസിയാണ് ഇതിൻ്റെ സ്കെച്ചുകളൊക്കെ. വെരി ഈസി ടു ഡ്രോ ദിസ്. ഇത് ഉള്ള ഡീറ്റെയിൽസ് ഇല്ല ഇതിനകത്ത്. ജസ്റ്റ് ഇതിന് ടെക്സ്ചർ എന്നാണ് പറയുക. ടെക്സ്ചർ ഇങ്ങനെ ഓരോ സംഗതിക്ക് അതിൻ്റേതായിട്ടുള്ള റഫ്നെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ലൈറ്റ്, ഇവിടെ നമ്മൾ കുറച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നല്ല ലൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത് കൂടുതൽ ഡാർക്കാക്കി കൊടുത്താൽ മതി ഇങ്ങനെ. അപ്പോൾ ശരി. ഷാഡോ. ഇനി ഈ മരങ്ങൾക്ക് നമ്മൾ റഫ് ഷെയ്ഡാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാണിച്ചാൽ മതി. ആദ്യം ഇതേപോലെ ചെയ്തിട്ട് പിന്നെ അത് എന്താ കാരണം എന്ന് നോക്കുക. കാരണം ഇത് അകലെ കാണുന്നത് ഇതിൻ്റെ തൊട്ട് പിറകെയാണ്. നമ്മൾ ഈ ഡീറ്റെയിൽസ് ഇതിന് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റായിട്ട് അകലെന്ന് നോക്കുമ്പോൾ ട്രീ അവിടെ ഉണ്ട് തോന്നാൻ വേണ്ടി മാത്രം. ഇതിനും അതേപോലെ തന്നെ കുറച്ചുകൊണ്ട് ഡീറ്റെയിൽ കൊടുക്കുക. ഇത് നല്ല ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾ നല്ല സ്വയം ഒരു കോൺഫിഡൻസ് വരണം. ഞാൻ ആർട്ടിസ്റ്റാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വരയ്ക്കണം. ഞാൻ വരച്ച് ശരിയാവുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ കുറച്ച് തെങ്ങിൻ്റെ ഓല പോലെ വരച്ചു കൊടുക്കുക. ആ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വരച്ച് കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ അകലെ പോകുന്തോറും ഇത് നമ്മൾ ഷെയ്ഡ്, ചെറിയ ഷെയ്ഡ്, ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഉണ്ടോ? അകലെയുള്ള മരങ്ങളൊക്കെ ആയിരിക്കും. ഈ മരത്തിന് കുറച്ചും കൂടെ ഇതിനായിട്ട് പിറകെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഷെയ്ഡ് മതി, അധികം കാണുന്നില്ല. അപ്പോൾ ഒരെണ്ണം ഇത് വളരെ അടുത്ത്, ഇത് കുറച്ചും കൂടെ അതിൻ്റെ പിന്നിൽ ഇത് വളരെ അകലെ, ഈ മരങ്ങളൊക്കെ വളരെ അകലെ. അപ്പോൾ അത് അങ്ങനെ സ്കെച്ച് ചെയ്താൽ മതി. അവിടെ വേറെ കൂടുതൽ ഒന്നും ഷെയ്ഡൊന്നും ചെയ്യരുത്. ഇവിടെ കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈറ്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കല്ലൊക്കെ നമ്മൾ വരച്ചു. സ്റ്റോൺസ് അറിയുക, ഷെയ്ഡിങ്. ഇതിങ്ങനെ വേരിയസ് ഷേപ്പ്, ഇങ്ങനെ ഒരു കുന്ന് പോലെ അങ്ങോട്ട് നമ്മൾ ഈ സ്ഥലത്തിന് ഇങ്ങനെ റഫായിട്ട് ഉള്ള ഫീലിംഗ് കിട്ടണം. ഈ സ്ഥലത്തിന് ഇതൊക്കെ ഡാർക്കായിട്ട് കൊടുത്തു. ഇതെല്ലാം ഡാർക്കാക്കി ഇതിന് ഡാർക്ക് ഇത്തിരി കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഇത് തൊട്ടടുത്തുള്ളതല്ലേ, അപ്പോൾ ഇതിന് നമ്മൾ കുറച്ചും കൂടി ഡാർക്ക് കൊടുക്കണം. ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വേലിക്കെട്ട് പോലത്തെ സംഗതികളാണ്. കുറച്ച് ഗ്രാസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റഫാക്കിയിട്ടാൽ മതി. ഇതിന് അവിടുന്ന് ലൈറ്റ്, അപ്പോൾ ഈ സൈഡിൽ ഷെയ്ഡ് കൊടുക്കുക. ഷെയ്ഡ് ലൈറ്റ് ഫ്രം ഹിയർ, സോ ഷെയ്ഡ് ഓവർ ഹിയർ. ഇതൊരു കട്ടഡ് ട്രീ ആണ് അവിടെ ആയിരുന്നു. അതിൻ്റെ തല കാണുന്നില്ല, കട്ട് ചെയ്ത് പോയി അത്. ഇനി ഇതിന് നമ്മൾ ഷെയ്ഡ് കൊടുക്കും. ഇതിന് ഷെയ്ഡ് കൊടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ കൊടുക്കണം, കാരണം അടുത്താണ് നമ്മുടെ. അപ്പോൾ ഇതിന് കൊമ്പിനിങ്ങനെ കൊടുത്തു. ഹെവി അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഈ ലൈറ്റ് വരുന്ന കാരണം ഈ സൈഡിലൊക്കെ ലൈറ്റായിരിക്കും. ചെറിയ ഷെയ്ഡിങ് മതി. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, അധികം വേണ്ട അതിനൊന്നും. കളർ ചെയ്യുന്ന കുട്ടികൾ കൗവിൻ്റെ കളർ നോക്കി ചെയ്യുക. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കൗ ആൻഡ് സ്മോൾ ഹട്ട്സ് ആൻഡ് മേക്ക് ദിസ് ഏരിയ roughly, little green this side, little brown this side, orange this side, and mixed together. Then you can see mud and grass like that. ഹട്ടിന് ഇവിടെ ഗ്രേ കളർ ടോപ്പ് ആവാം, സ്മോക്ക് ഗ്രേ.
വോളിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. വൈറ്റ് തന്നെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ ട്രീക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ കളർ ചെയ്യുന്ന കുട്ടികൾ ലൈറ്റ് കളേഴ്സ് കൊടുക്കുക. സ്കൈയുടെ കളർ ഇതിനൊക്കെ ലൈറ്റ് കളേഴ്സ് കൊടുക്കുക. അകലെയുള്ളത് ഇവിടെ വരുമ്പോൾ ഡാർക്ക് കൊടുക്കുക. അകലെ പോകുന്തോറും ലൈറ്റായിട്ട് വരണം. അപ്പോഴാണ് പിക്ചറിന് നമ്മൾ വളരെ അകലേക്ക് പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുള്ളൂ. ഇവിടെയുള്ളത് കവിനൊക്കെ നല്ല ഡീറ്റെയിൽ കൊടുക്കണം, നല്ല കളർ കൊടുക്കണം. ഇത് കുറച്ച് ഇവിടെ ഇങ്ങനെ ഷാഡോ കൊടുക്കുക. ഷാഡോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഷാഡോ കൊടുത്തു. അപ്പോൾ ഇത് ഇത്തിരി ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇത് കളർ വേണമെന്നുള്ള കുട്ടികൾക്ക്, അതായത് കുറച്ച് ചിലപ്പോൾ ഇത് പുള്ളിയുള്ള ഒരു ജാതി ചില പശുക്കളെ കണ്ടില്ല, പുള്ളി ഉണ്ടാകും ഇവിടെ ഭാഗത്ത്. അത് വേണമെങ്കിൽ നിങ്ങൾ വരയ്ക്കുക. കളർ ചെയ്യുന്ന കുട്ടികൾ അത് ബ്രൗൺ ഓറഞ്ച് ടിൻ്റെ കൊടുത്ത അങ്ങനത്തെ പശുക്കളുണ്ട്. അപ്പോൾ കളറൊക്കെ നിങ്ങൾ നോക്കി ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അല്ലേ? അപ്പോൾ അകലെ പോകുന്തോറും പെൻസിൽ ഡ്രോയിങ് ആയാലും അകലെ പോകുന്തോറും ലൈറ്റാക്കി കൊടുക്കണം. വളരെ ലൈറ്റാക്കിയിട്ട് അടുത്ത് വരുമ്പോഴും ഡീറ്റെയിൽ കൊടുക്കണം. ഇതിപ്പോൾ ഒരു വെളുത്ത പശു, അതായത് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ പശു, ലൈറ്റ് ഓറഞ്ച് പശു, അങ്ങനെ കളറുകളൊക്കെ ഉണ്ട്. അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് അധികം കളർ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ ചെയ്യുക. എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. യു ക്യാൻ ആഡ് എനിവെയർ എനിത്തിങ്. ദിസ് ഗ്രാസ്, ജസ്റ്റ് ക്രിയേറ്റ് ഗ്രാസ് ഓവർ ഹിയർ. മേക്ക് റഫ്ലി. ഹൗ ഈസ് ഇറ്റ്? ഓക്കെ, ഇതാണ് ഇന്നത്തെ സീനറി. ഇത് വരച്ചിട്ട് പെൻസിൽ ചെയ്യുന്ന കുട്ടികൾ പെൻസിൽ നല്ല ഷെയ്ഡ് ചെയ്യുക. ഇതേപോലെ തന്നെ കളർ ചെയ്യുന്ന കുട്ടികൾ അതിൻ്റെ കളറുകൾ നോക്കി ചെയ്യുക. എവിടെയാണ് ഗ്രീൻ വേണ്ടത്, എവിടെയാണ് പുല്ലുകളുള്ള ഗ്രീൻ ഉള്ളത്. അപ്പോൾ ഇതിൽ ലൈറ്റ് ബ്രൗണും ലൈറ്റ് ഗ്രീനും കൂടെ, ആദ്യം ഗ്രീനും കൂടെ അടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ലൈറ്റ് ബ്രൗൺ അടിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണും പുല്ലൊക്കെ നിൽക്കുന്ന പോലെയാവും. പിന്നെ അകലെ പോകുന്തോറും അത് ലൈറ്റ് ബ്ലൂ അടിക്കണം. വളരെ ലൈറ്റ് ബ്ലൂ ഇവിടെ വരെ കൊണ്ടുവരണം. അപ്പോൾ അത് അകലെയാന്ന് തോന്നും. ഇത് ഡീറ്റെയിൽ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.